ഹലോ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ 6th സെം BSc മാത്സിലെ കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ള പേപ്പറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനിലേക്കാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ എന്താണെന്നും ഇൻ്റഗ്രൽസ് എങ്ങനെയാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ കുറച്ചും കൂടി ഈസിയർ ആവാനായിട്ട് നമ്മൾ കോണ്ടൂറിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ചിട്ട് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യും, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എങ്ങനെയാണെന്ന് പറയും. അത് പല തിയറങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ ഇൻ്റഗ്രലിൻ്റെ റിസൾട്ടുകളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ആദ്യത്തെ റിസൾട്ടാണ് കോഷി-ഗൗസാറ്റ് തിയറം. കോഷി-ഗൗസാറ്റ് തിയറം വളരെ ഈസി ആയിട്ടുള്ളൊരു തിയറാണ്. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കാനില്ല, സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരിക്കണം, ഇത് യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻ്റഗ്രൽ വാല്യൂ കണ്ടെത്താൻ പറ്റും. അപ്പോൾ കോഷി-ഗൗസാറ്റ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. If f of z is an analytic function, f of z is an analytic function at all points interior and on a closed contour C, then integral over CF of z dz equal to 0. അപ്പോൾ എന്താണ് കോഷി-ഗൗസാറ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഇഫ് എ ഫംഗ്ഷൻ f of z is analytic, എവിടെയൊക്കെ അനലിറ്റിക് ആവണത് എവിടെയൊക്കെയാണ് വേണ്ടത്? അറ്റ് ഓൾ പോയിന്റ്സ് ഇന്റീരിയർ ടു ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ C, then integral over C f of z dz equal to 0. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു ഫംഗ്ഷൻ f of z അനലിറ്റിക് ആയിരിക്കണം എവിടെയൊക്കെ? നമ്മുടെ കയ്യിൽ ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ഉണ്ട്. ക്ലോസ്ഡ് കോണ്ടൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ട് ചെയ്യുന്നതോടെ തന്നെ വന്ന് അവസാനിക്കണം. ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും സെയിം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കോണ്ടൂർ C ഉണ്ട്. ഈ സിയുടെ ഉള്ളിലുള്ള, അതാണ് ഇൻറ്റീരിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉള്ളിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും, ഏത് പോയിന്റും ഉണ്ട്, ശ്രദ്ധിക്കണം, എനിക്ക് ഇഷ്ടമുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം, അവിടെയൊക്കെ എന്തായിരിക്കണം? എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആയിരിക്കണം. ആൻഡ് എവിടെ? ഓൺ, അതായത് കോണ്ടൂറുമുള്ള പോയിന്റും, കോണ്ടൂറിൻ്റെ ഉള്ളിൽ മാത്രമല്ല കോണ്ടൂറുമുള്ള പോയിന്റ്സിലും എന്തായിരിക്കണം? ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡിസഡ് എന്ത് വരും? 0 വരും. ഇതാണ് കോഷി-ഗൗസാറ്റ് തിയറം പറയുന്നത്. അപ്പോൾ ദ ഫംഗ്ഷൻ ഷുഡ് ബി അനലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് ഇന്റീരിയർ ടു ആൻഡ് ഓൺ സർക്കിൾ സി. സിൻ്റെ ഉള്ളിലും സിയിലുള്ള എല്ലാ പോയിന്റ്സിലും എന്ത് വരണം? ഫംഗ്ഷൻ അനലിറ്റിക് ആയിരുന്നു. എല്ലാ പോയിന്റ്സിലും ഏത് പോയിന്റ് എടുത്താലും വരണം. എവിടെയെങ്കിലും ഒരിടത്ത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിയറം ഹോൾഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡിസഡ് ഈക്വൽ ടു 0 എന്ന് പറയാം. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതാണ് കോഷി-ഗൗസാറ്റ് തിയറം പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഷോ ബൈ കോഷി-ഗൗസാറ്റ് തിയറം ഫോർ f of z equal to z square by z minus 3. Show that by Cauchy-Gaussian theorem for f of z equal to z square by z minus 3 integral over c f of z dz equal to 0 where c is the unit circle mod z equal to 1. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നമുക്ക്. ഒറിജിൻ, സെന്ററും റേഡിയസും 1 ആയിട്ടുള്ള സർക്കിളിനെയാണ് യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫംഗ്ഷൻ കോഷി-ഗൗസാറ്റ് തിയറം യൂസ് ചെയ്തിട്ട് 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. കോണ്ടൂർ എന്താ തന്നിരിക്കുന്നത്? മോഡ് z equal to 1 ആണ് കോണ്ടൂർ തന്നിരിക്കുന്നത്. അപ്പോൾ മോഡ് z equal to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിൻ, സെന്ററും റേഡിയസും 1 ആയിട്ടുള്ള ഈ സർക്കിൾ, ഇതാണ് നമ്മുടെ മോഡ് z equal to 1. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, അനലിറ്റിക് ആവണമെങ്കിൽ എന്താണ്? അനലിറ്റിസിറ്റി നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. പക്ഷെ ഇവിടെ z equal to 3 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം ഡിനോമിനേറ്ററിൽ 0 വരും z equal to 3 വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് അല്ല. ഡിഫൈൻഡ് അല്ലെങ്കിൽ പിന്നെ അടുത്ത കണ്ടീഷനിലേക്ക് ഒന്നും പോകണ്ട, അവിടെ തന്നെ എന്ത് പറയാം? ഫംഗ്ഷൻ അനലിറ്റിക് അല്ല എന്ന് പറയാം. അപ്പോൾ ഈ 3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഈസ് നോട്ട് അനലിറ്റിക്.
നമ്മുടെ കോഷി-ഗോർസാറ്റ് തിയറം പറയുന്നത് എന്താണ്? കോണ്ടൂറിന്റെ ഉള്ളിലും കോണ്ടൂറിലുള്ള എല്ലാ പോയിന്റ്സിലും എന്ത് വരണം? ഫംഗ്ഷൻ അനലിറ്റിക് അല്ല, അനലിറ്റിക് ആവണം, എന്നാലേ കോഷി-ഗോർസാറ്റ് തിയറം ഹോൾഡ് ചെയ്യുള്ളൂ. ഇവിടെ നിന്ന് എന്ത് കിട്ടി? 3 എന്ന് പറയുന്ന പോയിന്റിൽ അനലിറ്റിക് അല്ലാതെ കിട്ടി. അപ്പൊ ഈ 3 എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ കോണ്ടൂറിന്റെ ഉള്ളിലാണോ പുറത്താണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ എവിടെയാണ് 3 എന്ന് പറയുന്നത്? ഇത്രയും ഡിസ്റ്റൻസ് എന്താണ്? 1 1 1 1. അപ്പൊ 3 എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ദ കോണ്ടൂർ അല്ലേ? 3 ഔട്ട്സൈഡ് ദ കോണ്ടൂർ. ഈ കോണ്ടൂറിന്റെ ഉള്ളിലും കോണ്ടൂറിലും ഫംഗ്ഷൻ എന്താണ്? അനലിറ്റിക് ആണ്. ആകെ അനലിറ്റിക് അല്ലാത്തത് 3 എന്ന് പറയുന്ന പോയിന്റിലാണ്. ആ 3 എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. സർക്കിളിന്റെ ഉള്ളിലും സർക്കിളിലും ഫംഗ്ഷൻ എന്താണ്? അനലിറ്റിക് ആണ്. സോ എന്ത് പറയാം? ബൈ കോഷി-ഗോർസാറ്റ് തിയറം ഇന്റഗ്രൽ ഓവർ f of z is 0 എന്ന് പറയാം. അപ്പൊ തന്നിരിക്കുന്ന കോണ്ടൂർ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. f of z അനലിറ്റിക് ആവാത്ത പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ദെൻ ഈ അനലിറ്റിക് ആവാത്ത പോയിന്റ്സ് കോണ്ടൂറിന്റെ ഉള്ളിലാണോ പുറത്താണോ എന്ന് ചെക്ക് ചെയ്യാം. പുറത്താണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോണ്ടൂറിനകത്ത് f of z അനലിറ്റിക് ആണെന്ന് പറയാം. അപ്പൊ കോഷി-ഗോർസാറ്റ് തിയറം വെച്ചിട്ട് എങ്ങനെയാണ് മനസ്സിലായതേ? അപ്പൊ ആദ്യം തന്നെ ഇന്റഗ്രൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് കോണ്ടൂറാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്താലും ഫൈനൽ റിസൾട്ട് 0 ആണ് കിട്ടും. അപ്പൊ അതിന് മുമ്പ് എന്താ? ഈ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, തിയറം ഹോൾഡ് ചെയ്യണ്ടോ നോക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, e raised to z cos z ഇതൊക്കെ എന്തായിരിക്കും കോഷി-ഗോർസാറ്റ് തിയറം വെച്ചിട്ട്? e raised to z cos z ഇതൊക്കെ എന്താണ്? എൻ്റയർ ഫംഗ്ഷൻസാ. കോംപ്ലക്സ് പ്ലെയിനിലെ ഏത് പോയിന്റ് എടുത്താലും അവിടെ എന്താ? അനലിറ്റിക് ആണ്. അപ്പൊ ഇവരുടെയൊക്കെ ഇന്റഗ്രൽ എന്തായിരിക്കും വരിക? ഇന്റഗ്രൽ ഓവർ c 0 ആയിരിക്കും വരിക. ദിസ് ഈസ് ഓൾവേസ് എൻ്റയർ ഫംഗ്ഷൻസ്. e raised to z cos z ഒക്കെ എല്ലായിടത്തും അനലിറ്റിക് ആണ്. ഏത് പോയിന്റ് കോംപ്ലക്സ് പ്ലെയിനിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെയൊക്കെ അനലിറ്റിക് ആണ്. അപ്പോൾ ഇന്റഗ്രൽ ഓവർ c ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്തെങ്കിലും അനലിറ്റിക് ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെയൊക്കെ ഇന്റഗ്രൽ 0 എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, evaluate integral over c dz by z square plus 9n where c is the unit circle mod z equal to 1. അപ്പോൾ ഇവിടെ എന്ത് വേണം? ആദ്യം തന്നെ അനലിറ്റിക് ആവാത്ത ഇങ്ങനത്തെ റാഷണൽ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അനലിറ്റിക് ആവാത്ത പോയിന്റ്സ് കണ്ടെത്തണം. ഇവിടെ അനലിറ്റിക് ആവാത്തത് എപ്പോഴാണ്? z square plus 9 0 വരുന്നത് എപ്പോഴാണ്? z equal to plus or minus 3i വരുമ്പോൾ ഫംഗ്ഷൻ ഡിനോമിനേറ്റർ 0 വരുമ്പോൾ ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫൈൻഡ്, therefore the function is not analytic എന്ന് പറയാം. ഈ രണ്ട് പോയിന്റിലും ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. തന്നിരിക്കുന്ന കോണ്ടൂർ എന്താണ്? യൂണിറ്റ് സർക്കിൾ ആണ്. നേരത്തെ കണ്ട യൂണിറ്റ് സർക്കിൾ. ഈ 3i മൈനസ് 3i എവിടെയാണ്? 3i ഇവിടെ, 3i എന്ന് പറയുന്നത് എവിടെ വരും? മൈനസ് 3i എന്ന് പറയുന്നത് വരും. കാരണം ഇത് 1 ആണ്. ഈ യൂണിറ്റ് ഡിസ്റ്റൻസ് 1 ആണ്. അപ്പോൾ 3i മൈനസ് 3i ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണ്. സോ കോഷി-ഗോർസാറ്റ് തിയറം വെച്ചിട്ട് എന്ത് പറയാം? ഈ യൂണിറ്റ് സർക്കിളിൽ ഈ ഇന്റഗ്രൽ 0 ആണ്. കാരണം അനലിറ്റിക് ആവാത്ത രണ്ട് പോയിന്റ്സ് ഔട്ട്സൈഡ് ദ സർക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഷി-ഗോർസാറ്റ് തിയറം അവിടെ ഹോൾഡ് ചെയ്യും. ഇനി സെറ്റ് ബാർ, ഈ ഒരു ഫംഗ്ഷനോ സെറ്റ് ബാർ എന്താ? സെറ്റ് ബാർ ഒരിക്കലും അനലിറ്റിക് ആവില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് മുൻപ് അനലിറ്റിക് ഫംഗ്ഷൻസിന്റെ ചാപ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സെറ്റ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരിക്കലും അനലിറ്റിക് ആവില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? കോഷി-ഗോർസാറ്റ് തിയറം അവിടെ ഹോൾഡ് ചെയ്യില്ല. ഇന്റഗ്രൽ ഓവർ c സെറ്റ് ബാർ dz equal to 0 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ സെറ്റ് ബാർ എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ അല്ല. അപ്പോൾ പിന്നെ അതിന്റെ ഇന്റഗ്രൽ എങ്ങനെ കണ്ടെത്തുക? നമ്മുടെ സാധാരണ മെത്തേഡ് കോണ്ടൂർ ഇന്റഗ്രേഷൻ വെച്ചിട്ട് വേണം അതിന്റെ ഇന്റഗ്രൽ കണ്ടെത്താനായിട്ട്. എങ്ങനെ വരിക? സെറ്റ് എന്ന് പറയുന്നത് e raised to it ആണെങ്കിൽ സെറ്റ് ബാർ എന്ത് വരും? e raised to minus it. dz എന്ത് വരും? I e raised to it. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 to 2π വരെ f of z of t into z dash of t ആണ്. f of z of t എന്താ വരിക? f of z എന്ന് പറയുന്നത് സെറ്റ് ബാർ ആണ്. അപ്പോൾ f of z എന്ന് പറയുന്നത് e raised to minus it into z dash, that is dz എന്താ വരുന്നത് ഇവിടെ? I e raised to it. അപ്പോൾ e raised to it e raised to minus it കൂടി 1 ആയി പോയി. I dz നെ ഇവിടെ dt ആണ് വരിക. dt ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t 0 to 2π ഇന്റഗ്രൽ വാല്യൂ 2π ആയിരിക്കും.
അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസ് അനലിറ്റിക് ആണോ അനലിറ്റിക് അല്ലേ എന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ മോഡ് സെഡ് ബാർ എന്നുള്ളത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ സെഡ് ബാർ ഇസ് നോട്ട് അനലിറ്റിക് എവരിവെയർ. അതുകൊണ്ട് തന്നെ കോഷി-ഗൗസ് തിയറം ഏത് കോണ്ടൂർ എടുത്താലും അവിടെയൊന്നും ഹോൾഡ് ചെയ്യില്ല സെഡ് ബാറിന്റെ കേസിൽ. പിന്നെ അതുപോലെ തന്നെയാണ് 1/z എന്നുള്ളത്. 1/z എന്നുള്ളത് എന്താ? z ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം അനലിറ്റിക് അല്ല. ആ ബാക്കി ഈ 0 വരാത്ത ഏതെങ്കിലും കോണ്ടൂറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കോഷി-ഗൗസ് തിയറം ഹോൾഡ് ചെയ്യും. z ഈക്വൽ ടു 0 മാത്രം ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. അപ്പോൾ കോണ്ടൂറിൽ 0 ഇൻക്ലൂഡ് ചെയ്യാത്ത വല്ല കോണ്ടൂർ എടുക്കുകയാണെങ്കിൽ അവിടെ കോഷി-ഗൗസ് തിയറം ഹോൾഡ് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്, ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാം. ഈ കോഷി-ഗൗസ് തിയറം വെച്ചൊക്കെ ചെയ്യാൻ ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി പറയാൻ പോകുന്നത് ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാം. യൂസിങ് ദ ഇന്റഗ്രൽ ഓവർ സി dz by z plus 2 where c is the unit circle mod z equal to 1, show that integral over 0 to 2 pi 1 plus 2 cos theta divided by 5 plus 4 cos theta equal to 0. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഈ വാല്യൂ 0 ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഈ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഏത് സർക്കിളാണ്? മോഡ് z equal to 1 എന്നുള്ള യൂണിറ്റ് സർക്കിളാണ്. ഇപ്പോൾ കോഷി-ഗൗസ് തിയറം വെച്ചിട്ട് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തത് z equal to -2 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. പക്ഷേ ഈ -2 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഔട്ട്സൈഡ് ദ കോണ്ടൂറ. സോ ഈ ഇന്റഗ്രൽ ഓവർ സി dz by z plus 2 എന്ന് പറയുന്നത് 0 വന്നു കോഷി-ഗൗസ് തിയറം വെച്ചിട്ട്. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്ത് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ തീറ്റയുടെ ഫോമിലൊക്കെയാണ് ഇന്റഗ്രലുകൾ എടുക്കുന്നത്. അപ്പോൾ സോ സെഡിനെ ഞാൻ മാറ്റി എഴുതാണ്. സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് e raised to i theta എന്ന് എഴുതാം. അപ്പോൾ dz എന്ത് വരും? I e raised to i theta d theta എന്ന് വരും. അപ്പോൾ ഇത് എന്ത് വരും? ലിമിറ്റ്സ് എന്തായി മാറും? 0 to 2 pi I e raised to i theta d theta pi. z എന്ന് പറയുന്നത് എന്താണ്? e raised to i theta plus 2. ഇവിടെ i ഔട്ട്സൈഡിലേക്ക് എടുത്തു. 0 to 2 pi e raised to i theta ഞാൻ cos theta plus i sin theta എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ e raised to i theta plus 2 ആണ്. അപ്പോൾ ഇവിടെ എന്തെന്നെ വരും? cos theta plus i sin theta plus 2. അപ്പോൾ റിയൽ പാർട്സിന് ഒരുമിച്ച് എഴുതി. cos theta plus 2 plus i sin theta d theta. ഇനി ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് ഫംഗ്ഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ. ദാറ്റ് ഈസ് i ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 pi cos theta plus i sin theta ഇൻറ്റു ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താ വരിക? cos theta plus 2 minus i sin theta whole divided by as plus b into a minus b എന്നുള്ള ഫോമിലല്ല വരിക. അപ്പോൾ a square that is cos theta plus 2 whole square plus i square ആണ് വരിക. minus 1 വരും. that is sin square theta d theta. ഇനി ഇവിടെ ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? integral I into integral 0 to 2 pi cos theta into cos theta cos square theta cos theta into 2 cos theta പിന്നെ ഈ cos theta into minus I sin theta that is minus I sin theta cos theta. ഇനി I sin theta into cos theta that is plus I sin theta cos theta plus 2I sin theta പിന്നെ i into I നെഗറ്റീവും പ്ലസ്. അപ്പോൾ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a plus b ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് cos സ്ക്വയർ തീറ്റ പ്ലസ് 4 cos തീറ്റ പ്ലസ് 4 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ cos സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ 1 plus 4 5 പ്ലസ് 4 cos തീറ്റ വരും ഇൻറ്റു ഡി തീറ്റ. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണ്. കാരണം ഇന്റഗ്രൽ ഓവർ സി dz by z plus 2 ആണ് നമ്മൾ എടുക്കുന്നത്. അതെന്താ? 0 ആണ്. ഇവിടെ 2
ഐ സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ കോസ് തീറ്റ ക്യാൻസൽ ചെയ്ത് പോയി. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 വന്നു. അപ്പോൾ I ഇൻറ്റു 0 to 2/1 പ്ലസ് 2 കോസ് തീറ്റ പ്ലസ് 2 ഐ സൈൻ തീറ്റ ബൈ 5 പ്ലസ് 4 കോസ് തീറ്റ ഡി തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ആൾക്കാരുടെ ഫോമിലേക്ക് എത്തിയൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ മതി. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ വെച്ച് ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകും. അപ്പോൾ എന്ത് വരും? I ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2/1 പ്ലസ് 2 കോസ് തീറ്റ ബൈ 5 പ്ലസ് 4 കോസ് തീറ്റ. ഈ ഐ ഇവിടേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? 2i കോൺസ്റ്റൻ്റ് ആണല്ലോ. ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഐ സ്ക്വയർ നെഗറ്റീവ് വന്നു. അപ്പോൾ -2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 സൈൻ തീറ്റ ബൈ 5 പ്ലസ് 4 കോസ് തീറ്റ ഡി തീറ്റ ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ ഇവിടെ എന്ത് വന്നു? RHS ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂ 0 വന്നില്ലേ? അതന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതും. ഇത്രയാണ് കോഷി-കൗസാറ്റ് തിയറത്തിനെ കുറിച്ച് പറയാനുള്ളത്. എ ഫംഗ്ഷൻ f of z is analytic interior function f of z is analytic at all points interior to and on a circle C. Then integral over C f of z is equal to 0. ഇത് വെച്ച് പ്രോബ്ലംസ് ചെയ്യാനൊക്കെ നല്ലോണം അറിഞ്ഞിരിക്കണം. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കും എന്തായാലും എക്സാമിന്. ഇത്രയാണ് കോഷി-കൗസാറ്റ് തിയറത്തിനെ കുറിച്ച് പറയാനുള്ളത്.